നമസ്കാരം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾ എന്തോ അന്യഗ്രഹ ജീവികളാണ്, ഈ നാട് മുടിക്കാൻ വേണ്ടി എടുത്ത ജന്മങ്ങളാണ് എന്നൊക്കെ പറയും പോലെ തോന്നുകയാണ്. എല്ലാവരും ഇപ്പൊ കുട്ടികളുടെ തലയിൽ കയറി തുള്ളുകയാണ്. അല്ല, ഇതിൽ കുട്ടികൾ മാത്രമാണോ കുറ്റക്കാര്? ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ലഹരി ഉണ്ടാക്കുന്നത് ഒരു കുട്ടിയാണോ? അത് കടൽ കടത്തി കൊണ്ടുവരുന്നത് ഒരു കുട്ടിയാണോ? മാർക്കറ്റിൽ അത് വിൽക്കുന്നത് ഒരു കുട്ടിയാണോ? പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്തത് സ്കൂൾ പരിസരത്തേക്ക് എത്തിക്കുന്നത് ഒരു കുട്ടിയാണോ? അല്ലല്ലോ. ഇളം പ്രായത്തിൽ, തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിൽ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളുടെ തലയിൽ ഇത്തരം കുറ്റങ്ങൾ മുഴുവനും ചാർത്തി വെച്ചതിന് ശേഷം കൈയൊഴിയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും തീരുമാനിക്കുന്നതെങ്കിൽ ഈ വിപത്തിന് നമ്മൾ പിന്നെയും തിരികൊളുത്തുകയും ആളിക്കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഏത് വിധേനയും പണം ഉണ്ടാക്കാം എന്ന മനുഷ്യന്റെ ആഡംബര ചിന്തയിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ആരംഭിക്കുന്നത്. ഒരു രോഗിയെ ധനാഗമന മാർഗമായി കാണുന്ന ഡോക്ടറും, വിദ്യാഭ്യാസത്തെ കച്ചവടമായി കാണുന്ന അധ്യാപകനും, കോടതിയെ ട്രേഡ് സെന്ററായി കാണുന്ന വക്കീലും, കച്ചവടത്തെ മായം കലർത്തി ലാഭമുണ്ടാക്കുന്ന കച്ചവടക്കാരനും ഒക്കെ ഈ ഇന്നത്തെ അവസ്ഥയുടെ കാരണക്കാരനാണ്. പ്രശ്നം ലഹരിയുടേതല്ല, ധാർമ്മികതയില്ലാത്ത ജീവിതത്തിൻ്റെതാണ്. ആഡംബരത്തെ ആശ്ലേഷിക്കാനുള്ള മനോവൈകൃതത്തിൻ്റെതാണ്. ഇതിന് നിയമനിർമ്മാണം കൊണ്ടൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല. ബോധവൽക്കരണവും വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണവുമാണ് ആവശ്യം. ലഹരിയുടെ കാര്യം തന്നെ എടുക്കാം. നമ്മൾ ഹൈസ്കൂളിന്റെ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ പാൻക്രിയാസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ, ലങ്സ്, ഹാർട്ട്, അനാട്ടമി പഠിക്കുകയാണ്. ഈ അനാട്ടമിയൊക്കെ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ഒരു കുട്ടീനെ പഠിപ്പിക്കേണ്ടത് പുകവലിച്ചാലുണ്ടാവുന്ന ദൂഷ്യവശം എന്ത്, കള്ളു കുടിച്ചാലുണ്ടാവുന്ന ദൂഷ്യവശം എന്ത്, കഞ്ചാവ് വലിച്ചാലുണ്ടാവുന്ന പിന്നീടിന്റെ ഭവിഷ്യത്ത് എന്താണ്, MDMA പോലത്തെ ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് എന്താണ്. നമ്മുടെയൊക്കെ രക്ഷിതാക്കള് നമുക്ക് യെസ് പറയുന്നതിനോടൊപ്പം നോയും പറയിപ്പിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് ചിലത് അരുത് എന്ന് ധൈര്യത്തോടെ നമ്മുടെ രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ അരുതുകളിൽ ജീവിച്ചിട്ടുമുണ്ട്. പക്ഷെ ഒന്ന് സ്വയം ആലോചിച്ച് നോക്കൂ, നമ്മുടെ കുട്ടികളോട് നമ്മൾ ഇന്ന് അരുത്, തരില്ല, സമ്മതിക്കില്ല എന്ന് പറയുന്നതിന്റെ എണ്ണം കുറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ശീലിക്കണം. അരുത് എന്ന് നമ്മൾ കുട്ടികളോട് പറയാൻ പഠിക്കണം. ഭക്ഷണ കാര്യങ്ങൾ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന ശീലമാണ് നമുക്കുള്ളത്. നല്ല ഭക്ഷണം എന്ത്, ചീത്ത ഭക്ഷണം എന്ത് എന്ന് സ്കൂളുകളിലും പഠിപ്പിക്കണം. രക്ഷിതാക്കളും ആലോചിച്ച് തീരുമാനിക്കണം എന്തൊക്കെ വാങ്ങിക്കൊടുക്കണം, എന്തൊക്കെ വാങ്ങിക്കൊടുക്കണ്ട എന്നുള്ളത്. സ്കൂളുകളിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഗ്രൗണ്ടുകളുടെ എണ്ണം കുറയാണ് അല്ലേ? കളിസ്ഥലങ്ങൾ, നാട്ടുംപുറങ്ങളിലുള്ള കളിസ്ഥലങ്ങൾ നിങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നത് കാണുന്നില്ലേ? കളിക്കാൻ കുട്ടികളില്ലാണ്ട്. ഇങ്ങനെയായിരുന്നു നമ്മുടെ കാലത്തൊക്കെ? അല്ല. അപ്പൊ ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. നമ്മൾ കുട്ടികളെ ഗ്രൗണ്ടിലേക്ക് വിടാൻ ധൈര്യം കാണിക്കുന്നില്ല. നമ്മൾ കുട്ടികൾ കളിക്കണം എന്ന് പറയുന്നതിന്റെ പ്രസക്തി മനസ്സിലാക്കുന്നില്ല. പഠിക്കൂ 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 എന്നാ പറയാ. കളിക്കണ്ടേ കുട്ടികൾ? കളിക്കാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇത്രയും കലോറിയുള്ള ഭക്ഷണങ്ങൾ മുഴുവനും അവർ കഴിച്ച് ആ എനർജി എക്സോസ്റ്റ് ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ അവർ പല വഴികളും തേടി പോവുകയാണ്. അപ്പൊ അത് കളിച്ച് തളർത്തി അവരുടെ ശക്തിയും ഫിസിക്കൽ സ്ട്രെങ്ത്തും വളരാനുള്ള സൗകര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. സ്കൂളിൽ PT പീരീഡ് പോലും സബ്ജക്റ്റ് പഠിപ്പിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് അല്ലെ? PT പീരീഡുകളുടെ എണ്ണം കൂട്ടണം. നമ്മൾ രക്ഷിതാക്കള് കുട്ടികളെ കാത്തിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് അവരോട് സംസാരിക്കേണ്ടതുണ്ട്. ഇന്നേ അപകടങ്ങൾ നിന്നെ കാത്തിരിക്കുന്നുണ്ട് സമൂഹത്തിൽ. അത് അവന്റെ കൂട്ടുകാരുമായിട്ടും നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. പിന്നെയോ നമ്മുടെ സ്വഭാവത്തിന്റെ അഗ്രസീവ്നെസ് അത് അവരിലേക്കും പകർന്നു കിട്ടും. കുട്ടികളുമായിട്ടും കുടുംബമായിട്ടും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രാഫിക്കിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, നമ്മൾ ഉപയോഗിക്കുന്ന പെരുമാറ്റ രീതി, ഇതൊക്കെ കണ്ടാണ് അവർ വളരുന്നെങ്കിൽ അവരും അഗ്രസീവായി മാറും. അപ്പൊ നമ്മളും നോൺ വയലന്റ് ആയിട്ടുള്ള അഹിംസാത്മകമായിട്ടുള്ള ഒരു ജീവിത ശൈലി സ്വീകരിച്ചാൽ മാത്രമേ കുട്ടികളിലേക്ക് അത് പകർന്നു കൊടുക്കുള്ളൂ. നമ്മുടെ പരിച്ഛേദമാണ് കുട്ടികളുടെ സ്വഭാവം. ഇപ്പോ സിനിമകളെ കുറിച്ച് ഭയങ്കരമായിട്ട് വിമർശിക്കുന്നത് കാണും. സിനിമ നിർമ്മിക്കുന്നവരെ പോലെ തന്നെ കുറ്റക്കാരല്ലേ ആ സിനിമയിൽ കുട്ടികളെയും കൊണ്ടുപോകുന്ന രക്ഷിതാക്കൾ? ഏത് സിനിമ കാണണമെന്ന് തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണ്ടേ? അങ്ങനെ നമ്മളത് തിരഞ്ഞെടുക്കാതിരിക്കുമ്പോൾ അത്തരം സിനിമകൾ ഉണ്ടാക്കുന്നത് അവരും നിർത്തും. അപ്പൊ സിനിമയുടെ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. തെരഞ്ഞെടുത്ത സിനിമകൾ മാത്രമേ കുട്ടികളെ കാണിക്കാൻ പാടുള്ളൂ. ചാനലുകളിൽ ആക്രമണത്തെക്കുറിച്ചും ലഹരിയെക്കുറിച്ചും ഒക്കെ ഭീകരമായ രീതിയിൽ പ്രസംഗിക്കാൻ വരുന്ന ചില ആളുകളെ കാണുമ്പോൾ എനിക്ക് ചിരി വരിക. വാഗ്വാദം എന്നും പറഞ്ഞിട്ട് ഭ്രാന്തൻ നായ്ക്കളെ പോലെ കടിച്ചു കീറുന്ന വാചക കസറത്ത് നടത്തുന്നവൻ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താ? സമാധാനത്തിന്റെയാ? ഒന്നാം തരം വയലൻസിന്റെ സന്ദേശമാണ് TV ചാനൽ ചർച്ചകളിൽ പോലും കാണുന്നത്. മഹാത്മാഗാന്ധി പണ്ട് പറഞ്ഞിട്ടുണ്ട്,
ഹെയ്റ്റ് ദ സിൻ, ലവ് ദ സിന്നർ. പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക. ഇനിയോ ഒരു മയക്കുമരുന്ന് കേസുകളോ ആക്രമണ കേസുകളോ വന്നപ്പോൾ എല്ലാവരും കൂടി യുവാക്കളെയും വിദ്യാർത്ഥികളെയും തലേ കയറി മേയൊന്നും വേണ്ട. അവര് അല്ല കുറ്റക്കാരൻ. അവര് അങ്ങനെയായി തീരാനുള്ള സാമൂഹ്യ വ്യവസ്ഥയാണ് കുറ്റക്കാരൻ. രോഗീനെ അല്ല ചികിത്സിക്കേണ്ടത്, രോഗത്തെയാണ്. ആ രോഗത്തെ മനസ്സിലാക്കി ചികിത്സിക്കാനുള്ള ഏകമായിട്ടുള്ള പരിഹാരം സമൂഹത്തിൽ നിലനിൽക്കുന്ന അഗ്രസീവ്നെസ്, സമൂഹത്തിൽ നിലനിൽക്കുന്ന ആഡംബര മനോഭാവം, സമൂഹത്തിൽ നിലനിൽക്കുന്ന ആസക്തി, അത് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇതിന് എൻ്റെ കയ്യിൽ എനിക്ക് പറഞ്ഞു തരാൻ ഒരു മരുന്നുണ്ട്, മഹാത്മാഗാന്ധി. ഗാന്ധിജിയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നല്ല മരുന്ന്. വിദ്യാഭ്യാസ കാലയളവിൽ തന്നെ സ്കൂൾ സിലബസുകളിൽ ഗാന്ധിയൻ സ്റ്റഡീസ് ഒരു പാഠ്യവിഷയമാക്കി മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ശക്തമായ നിർദ്ദേശം. നന്ദി, നമസ്കാരം.